നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചതിച്ചത് എൽ നിനോ. ബ്രസീലിലെ പ്രതിസന്ധി കേരളത്തിന് നേട്ടമാകും. റബ്ബറിന് തിരിച്ചടി. ആഗോള കാപ്പി കർഷകർക്ക് ഉയർന്ന വില കൈപ്പിടിയിൽ ഒതുക്കാൻ അവസരം ഒരുങ്ങുന്നു. മുൻനിര ഉൽപാദന രാജ്യമായ ബ്രസീലിൽ വിളവ് ചുരുങ്ങുമെന്ന സൂചന ഇതര ഉൽപാദന രാജ്യങ്ങളിലെ കർഷകർക്ക് ആകർഷകമായ വില വരും മാസങ്ങളിൽ ഉറപ്പുവരുത്താൻ സാധ്യത തെളിയുന്നു. തുടർച്ചയായ മഴയിൽ ബ്രസീലിൽ വിളവെടുപ്പിന് താളം തെറ്റി. ഇതിനിടയിൽ എൽ നിനോ പ്രതിഭാസം മൂലം ഇപ്പോൾ പകൽ താപനില ഗണ്യമായി ഉയർന്നത് അറബിക്ക കാപ്പിയുടെ ഗുണനിലവാരത്തെയും അടുത്ത വിളവിനെയും ബാധിക്കുമെന്ന ആശങ്കയിലാണവർ. ബ്രസീലിയൻ വ്യവസായ സംഘടനകളുടെ ആദ്യ വിലയിരുത്തലിൽ ഉൽപ്പാദനം 20% വരെയും കുറയുമെന്നാണ്. വിനിമയ വിപണിയിൽ അവരുടെ നാണയമായ റിയൽ ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്താൽ വൻകിടക്കാർ വിൽപ്പനയിൽ നിന്ന് പിന്തിരിയാം. അത് വിപണിയിൽ ചരക്ക് ക്ഷാമം രൂക്ഷമാകാനും ഇടയുണ്ട്. മൂല്യം കരുത്ത് നേടുന്ന സന്ദർഭത്തിൽ ചരക്ക് ഇറക്കിയാൽ കർഷകർക്ക് നേട്ടം കുറയും. ദക്ഷിണേന്ത്യയിൽ കാപ്പി ഉൽപ്പാദനം ഉയരുമെന്നാണ് കർണാടകത്തിലെ തോട്ടങ്ങളിൽ നിന്നുള്ള സൂചന. 2,79,000 ടണ്ണിലേക്ക് ഉൽപ്പാദനം വർദ്ധിക്കാം. കേരളത്തിൽ റോബസ്റ്റ, അറബിക്ക കാപ്പി വിളവും മെച്ചപ്പെടാം. വയനാടൻ കാപ്പിപ്പരിപ്പ് കിലോ 385 രൂപയിലും ഉണ്ടക്കാപ്പി 54 കിലോ ചാക്ക് 11,700 രൂപയിലുമാണ്. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ സാങ്കേതിക തിരുത്തൽ. ഇന്നലെ മികച്ച തലത്തിലേക്ക് ചുവടുവച്ച ജപ്പാൻ അടക്കമുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിനിറങ്ങിയത് വിലയിൽ തിരുത്തലുളവാക്കി. ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 435 യെന്നിൽ നിന്നും 423 യെന്നിലേക്ക് ഇടിഞ്ഞു. ഇന്നലെ സൂചന നൽകിയതാണ് ഓപ്പറേറ്റർമാർ ലാഭമെടുപ്പ് നടത്തുമെന്ന കാര്യം. ബാങ്കോക്കിൽ റബ്ബർ കിലോ 293 രൂപയിൽ നിന്നും 291 രൂപയായി. ഉച്ചയ്ക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ റബ്ബർ വിലയിൽ 2 രൂപ ഇടിവ് സംഭവിച്ചിരുന്നു. വൈകുന്നേരമായപ്പോഴത്തേക്ക് രാവിലത്തെ ഡിമാൻഡ് വീണ്ടെടുക്കാൻ റബ്ബറിനായി ഒട്ടുപാലിനും വില കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.